Hi dear students, today we'll be continuing our first chapter, Properties of Matter. Already we have discussed the basic topics in last few classes. We are not going to enter the next topic today, but before that, we have to discuss a topic that we actually missed in last class, that is tiny particles in matter. Actually, this is a quite easier topic for you. I don't think anybody will have any sort of confusion in this topic. In order to discuss this topic, textbook has actually used an example of potassium permanganate. And later they discussed regarding another experiment, that is to make a sugar solution. So let me discuss regarding the sugar first and then potassium permanganate. While we want to make sugar solution or some juices or some sort, you know that we add sugar to water. Before adding the sugar to water or before stirring the sugar with water, you can actually see the sugar crystals, right? നിങ്ങൾ ഈ പഞ്ചസാര വെള്ളത്തിലിടുന്നത് വരെ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് പഞ്ചസാര കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബട്ട് ആഫ്റ്റർ സ്റ്റിറിങ് അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു സീ ദാറ്റ് ഷുഗർ ക്രിസ്റ്റൽസ് അഗെയിൻ. ഇനി നിങ്ങൾക്ക് ആ പഞ്ചസാരയുടെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് കാണാൻ പറ്റില്ല. പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അതെന്തുകൊണ്ടാണ് നമ്മളവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? സോ അതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം തന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടല്ലോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം, കാരണം അതിനാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. someone may have difficulty to understand that. First we have to take a beaker, ഒരു പാത്രം എടുക്കുക. Fill 3/4 of that with water. അതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം നിറയ്ക്കുക. Now add 2 or 3 crystals of potassium permanganate. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് പർപ്പിൾ, ഡാർക്ക് വയലറ്റ് കളറുള്ള ക്രിസ്റ്റലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, ഇതിൽ കെമിക്കൽ ഫോമിലേക്ക് നമ്മൾ ഇനി പഠിക്കും, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. KMnO4 ഇപ്പോൾ പഠിക്കേണ്ട സമയമാവണുള്ളൂ, പക്ഷെ അറിഞ്ഞിരുന്നോളൂ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ് സാധനം. സോ യു ഹാവ് ടു ആഡ് 2 or 3 crystals of potassium permanganate to the beaker filled with water. ആൻഡ് യു ഹാവ് ടു സ്റ്റിർ. തുടക്കത്തിൽ നിങ്ങൾ ക്രിസ്റ്റലൊക്കെ കണ്ടു, പക്ഷേ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് വി ടുക്ക് എ ബീക്കർ, വി ഫിൽഡ് ഇറ്റ് വിത്ത്, നമ്മൾ എന്ത് വെച്ചിട്ട് ഫിൽ ചെയ്തത്? വി ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ. ഐ ടോൾഡ് യു വി ഹാവ് ടു ആഡ് 2 or 3 crystals ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്താ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളർ എന്താണ്? ഡാർക്ക് പർപ്പിൾ കളറാണ്. ഓക്കെ, ഡാർക്ക് പർപ്പിൾ കളർ. അപ്പോൾ ആ ഡാർക്ക് പർപ്പിൾ കളറുള്ള ക്രിസ്റ്റൽ നമ്മൾ ഈ വാട്ടറിലേക്ക് ഇട്ട്, വാട്ടർ ഓർ വാട്ടർ അതർ സോൾവെൻറ്റ്, അതൊന്നും നമ്മൾ പ്രശ്നമല്ല, അതിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ക്രിസ്റ്റൽ കാണാതെയാവും. പഞ്ചസാര വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടപ്പോൾ അത് ഇടുന്ന വരെ നമ്മൾ കണ്ടു, പക്ഷെ സ്റ്റിർ ചെയ്തപ്പോൾ കണ്ടില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ? ആ ക്രിസ്റ്റലിൽ എന്താ പറ്റിയത്? സോ ഡയറക്ട്ലി നോക്കുന്ന ഒരാൾ എന്താ നമുക്ക് മനസ്സിലാവുക? ഇറ്റ് ഡിസപ്പിയർഡ്. ജസ്റ്റ് റൈറ്റ് ഡിസപ്പിയർഡ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാണാനില്ല, ഡിസപ്പിയർഡ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ്? ഒബ്വിയസ്ലി നോ, യു ആർ നോട്ട് ഏബിൾ ടു സീ ദ ക്രിസ്റ്റൽ. ഓക്കെ, യു ക്യാൻ റൈറ്റ് ദ എൻറ്റയർ ആൻസർ. നോ, വി കാൺട്ട് സീ ദ ക്രിസ്റ്റൽ. Now what is the third question? Why the particles cannot be seen even though potassium permanganate is present in the solution? Potassium permanganate is present in the solution. Then why we are not able to see that crystal after stirring? So the answer is when we stir potassium permanganate in water, it is changed into very tiny particles which can't be seen
വിത്ത് അവർ നേക്കഡ് ഐ. വിത്ത് അവർ നേക്കഡ് ഐ. വിത്ത് അവർ നേക്കഡ് ഐ. സാർ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ സ്റ്റിർ എന്ന് പറഞ്ഞാൽ ഇളക്കുക. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് വെള്ളത്തിലെടുത്തിട്ട് അത് നമ്മൾ ഇളക്കുമ്പോൾ അത് രൂപം മാറുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ് ഇൻ ടു വെരി ടൈനി പാർട്ടിക്കിൾസ്. വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. വിച്ച് കാൺ ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണിന് പുറത്ത് മറ്റൊരു ഡിവൈസ് ഉപയോഗിക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈക്രോസ്കോപ്പ് പോലത്തെയോ അല്ലെങ്കിൽ നമ്മൾ അതിലും വലിയ പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. സെംടെം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കും. അതൊക്കെ ഒന്നും ഉപയോഗിച്ചാൽ അത് വെറും കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്നാണ് മലയാളത്തിൽ പറയുക. നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. ഇറ്റ് മേ ബി therefore inferred that each crystal of potassium permanate is made up of crores of tiny particle. ഇപ്പം നമ്മളത് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നത്, നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തപ്പോൾ ആ പൊട്ടാസ്യം പെർമാനേറ്റ് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി എന്നല്ലേ പറഞ്ഞത്. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് that large crystal of potassium permanganate is actually made up of small particles that are too tiny that we are not able to see that. വളരെ ചെറിയ കുറേ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് cannot be seen with our naked eye. These particles bear all the properties of the substance. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ കാണുന്ന ഏതൊരു സാധനവും ഒരുപാട് ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് നമ്മളുടെ നേക്കഡായി, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. ഈ ചെറിയ പാർട്ടിക്കിൾസില്ലേ, ഇപ്പം ഇത് വലിയ ആ ക്രിസ്റ്റലാണ്, അതിനുണ്ടാക്കിയിട്ടുള്ള കുറേ ചെറിയ പാർട്ടിക്കിൾസ് വെച്ചാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ചെറിയ പാർട്ടിക്കിൾസിന് ഈ വലിയ ക്രിസ്റ്റലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഇപ്പം നമ്മൾ പഞ്ചസാരൻ്റെ ഒരു വലിയ ക്രിസ്റ്റൽ എടുത്തു, അപ്പോൾ അതിനുള്ള കുഞ്ഞു 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 കുറേ ക്രിസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ പാർട്ടിക്കിൾസിനൊക്കെ ഈ പഞ്ചസാരൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും എന്താണത്, മധുരമാണ് ഉണ്ടാവുക. അതുപോലെ അതിൽ എന്തൊക്കെ കെമിക്കലാണ് ഉള്ളത് വെച്ചാൽ അതൊക്കെ ഈ ചെറിയ പാർട്ടിക്കിൾസിൽ അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സും അല്ല, നമ്മൾ അതിനനുസരിച്ചുള്ള ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വലിയ ക്ലാസ്സുകളിലൊക്കെ ആവാം. അതിൻ്റെ ബേസിക്സ് നമ്മൾ ഇയർ തുടങ്ങും, അപ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ എന്ന് എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. അതുപോലെ ഈ ബോക്സ് നോട്ടിലേക്ക് എഴുതുക കേട്ടോ. ഓക്കെ, വി വിൽ സീ വൺ മോർ ടോപ്പിക് ടുഡേ, ജസ്റ്റ് വൺ മോർ ടോപ്പിക്. ആഫ്റ്റർ ടേബിൾ 4.3 you can see a topic known as diffusion of substances in different states. ഓക്കെ, ടേബിൾ 4.3ക്ക് ശേഷം നമുക്ക് ഡിഫ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിനെ പറ്റി പഠിക്കാനുണ്ട്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ സേ സോറി ടു യു ഫോർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. Already I posted an audio, so let me repeat it again. In last class, instead of vaporization, I said condensation, and instead of condensation, I said vaporization. It was a silly mistake, but it didn't came into my attention. Okay, I'm really sorry for that. It was accidental. Sorry. So, what is diffusion? Diffusion. It is a process. It is a physical process. Now, what is it actually? If you check page number 59, maybe for some students the page number may be different. You check figure 4.6. Two glass jars are given, filled with some sort of gas, right? In the first jar, we have actually filled it with some gas and it is actually colored. The second jar is actually empty, nothing is inside it, or maybe some air and nothing more. When we keep the second gas jar or glass jar in inverted position on the mouth of the first gas jar, we can see that the color spreads evenly. This is what we call as diffusion. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഗ്യാസ് ജാറുകൾ, ഗ്യാസ് ജാർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജാർ എന്ന് പറഞ്ഞ ഒരു പാത്രം എന്നുള്ള മീനിങ് ആണ്. ഗ്യാസ് ജാർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് എടുത്ത പാത്രങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഇതിലൊന്നിൽ അയോഡിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. അയോഡിൻ നമ്മുടെ ഉപ്പിലൊക്കെ ഉള്ള കെമിക്കലാണ് അയോഡിൻ. അതിൻ്റെ വേപ്പറിൻ്റെ കളറാണ് വയലറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ വേപ്പർ ഒരു ജാറിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജാർ അവിടെ ഇരിക്കുന്നുണ്ട്, അതിൽ അയഡിൻ്റെ വേപ്പർ ഉണ്ട്, വയലറ്റ് കളറാണ് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ജാറ് കാലിയാണ്, ഒന്നുമില്ല, അതാണ് ഞാൻ എംറ്റി ആണെന്ന് പറഞ്ഞത്. അത് ഇതിൻ്റെ അത് ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാവുക ആ ജാറ്. അത് നമ്മൾ ഇതിൻ്റെ മേലെ കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ട് വെക്കുക. ഓക്കെ,
ഈ ഭാഗം അതിൻ്റെ അടിഭാഗമാട്ടെ, രണ്ടാമത്തെ ജാറിൻ്റെ അടിഭാഗമാണ് മേലുള്ളത്. അതിൻ്റെ തുറന്ന ഭാഗം മൗത്ത് രണ്ടും ഇതാ ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കാണാം, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തുള്ള നമുക്ക് കാണാം ഈ വയലറ്റ് കളർ ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ദ വയലറ്റ് കളർ ഓർ ദ അയഡിൻ വേപ്പേഴ്സ് ജസ്റ്റ് entered the second bottle or the second gas jar. This is actually we call as diffusion. Diffusion definition എല്ലാം പറഞ്ഞത് ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഈ വയലറ്റ് കളർ എന്ന് പറഞ്ഞാൽ അയഡിൻ്റെ വേപ്പറാണ്. അത് ഇങ്ങോട്ട് എത്തിയില്ലേ, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ആ മൂവ് ചെയ്ത പ്രോസസ്സിന് നമ്മൾ ശരിക്കും ഡിഫ്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആദ്യം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാ, ഒബ്സർവ് ദ കളർ ഓഫ് വേപ്പർ. ഓക്കെ, നമ്മൾ കണ്ടു വയലറ്റ് ആണ്. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ഗ്യാസ് ജാർ? താഴെയുള്ള ഗ്യാസ് ജാറിലുള്ള അയഡിൻ വേപ്പറിന് എന്ത് കളർ ചേഞ്ച് എന്താണ് ഉണ്ടാവണമെന്ന ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? മേലത്തെ ഗ്യാസ് ജാറിന് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ നമ്മളിവിടെ കണ്ടു താഴെ മാത്രമേ വയലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കളർ മേലേക്കും കൂടി പോയി, അതായത് വേപ്പർ മേലേക്കും കൂടി പോയി അല്ലേ, മേലത്തെ ജാറിലും കൂടി എത്തി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ഗ്യാസ് ജാർ? നിങ്ങൾ ചിത്രത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒന്നാമത്തെ പിക്ചറിൽ ആ ഫസ്റ്റ് ഗ്യാസ് ജാറിൽ താഴെയുള്ളത് അത് നല്ല ഡാർക്ക് പർപ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തേൽ പക്ഷേ കുറച്ചൊക്കെ പർപ്പിളും പിന്നെ കുറച്ച് ഭാഗം എം ടി ആണ് കാണിക്കാൻ ലേശം ഒരു വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ടാവും. അതായത് കളർ കുറഞ്ഞു അല്ലേ. സോ ഫസ്റ്റ് ആൻസർ ദ കളറിനെ പറ്റി ചോദിച്ച ഭാഗം കേട്ടോ. സോ റൈറ്റ് ദ ആൻസർ ആസ് ദ കളർ gets faded a little bit. ചെറുതായിട്ട് ആ വയലറ്റ് കളർ കുറഞ്ഞു അല്ലേ താഴെയുള്ള ഗ്യാസ് ജാറിൻ്റെ. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? അവിടെ ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോൾ എന്ത് സംഭവിച്ചു? the gas or the iodine vapor entered the upper gas jar, and we can see the purple color in that gas jar also. What about third question? What is the reason for this? So now I didn't teach you regarding diffusion and all. I just told you this process diffusion. So for the students who are seeing this topic for the first time, they won't write answer as diffusion അല്ലേ. ഞാൻ ഡിഫ്യൂഷൻ ഒക്കെ വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ, അല്ലാതെ നമുക്ക് ഡിഫ്യൂഷൻ മുന്നേ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് കണ്ട ഒരാളോടാണ് ചോദിക്കുന്നത്, ഇത് വെറുതെ കണ്ടിട്ടേ ഉള്ളൂ, അതായത് ഡിഫ്യൂഷൻ എന്താണെന്നൊന്നും പഠിച്ചിട്ടില്ല. അയാളോട് എന്താ റീസൺ ചോദിച്ചാൽ എന്താ പറയുക? താഴെ ഉണ്ടായിരുന്ന അയഡിൻ വേപ്പർ മേലേക്ക് പോയി, എത്രയല്ലേ എഴുതുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ആൻസർ യു ഹാവ് ടു റൈറ്റ്. ദ അയോഡിൻ വേപ്പർ from the lower jar entered the upper jar. Okay, that's enough. Now there is another activity given. Let us go through that also. An incense stick, ചന്ദനത്തിരിയാണ് പറയുന്നത് കേട്ടോ. An incense stick has fragrance. ഒരു ചന്ദനത്തിരിക്ക് ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, നല്ല മണം ഉണ്ടായിരിക്കും അല്ലേ. ബട്ട് ദ ഫ്രാഗ്രൻസ് ഫിൽസ് ദ റൂം ഓൺലി വെൻ ദ സ്റ്റിക്ക് ഈസ് ലിറ്റ്. ചന്ദനത്തിരിക്ക് നല്ല മണം ഉണ്ടായിരിക്കും, നിങ്ങളിപ്പോൾ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടും. പക്ഷെ റൂം മുഴുവൻ അത് നിറയുന്നത് എപ്പോഴാണ്? നമ്മളത് കത്തിക്കുമ്പോൾ, ലിറ്റ് ചെയ്യുമ്പോൾ അല്ലേ, കത്തിക്കുമ്പോൾ. വൈ ഡു ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ക്വിക്ക്ലി ഇൻ ദ റൂം വെൻ ദ ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലിറ്റ്? ചന്ദനത്തിരി കത്തിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മണം റൂം മുഴുവൻ നിറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വെൻ വി ലിറ്റ് ദ ഇൻസെൻസ് സ്റ്റിക്ക് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ടു ഗേഷ്യസ് ഫോം അല്ലേ. നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അതിൽ നിന്ന് എന്തോ ഗ്യാസ് റിലീസ് ആവുന്നുണ്ട്. സോ ദ ഗ്യാസ് മേ ബി സ്പ്രെഡിങ് ഇൻസൈഡ് ദ റൂം. ആ ഗ്യാസ് റൂം മുഴുവൻ സ്പ്രെഡ് ആവുന്നുണ്ടാവും. ദാറ്റ് ഈസ് വൈ വി ആർ ഏബിൾ ടു സ്മെൽ ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക് ത്രൂ ഔട്ട് ദ റൂം. ചന്ദനത്തിരി കത്തിക്കുമ്പോൾ, ചന്ദനത്തിരി സോളിഡ് അല്ലേ, കത്തിച്ചപ്പോൾ അതിന് പുക വന്നു, ഗ്യാസ് ആണ്, അത് റൂം മുഴുവൻ നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത്. ഇപ്പോഴും നമുക്ക് ഡിഫ്യൂഷൻ്റെ പേരൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. സോ റൈറ്റ് ദ ആൻസർ ആസ് when we lit the incense stick,
the gas released spread across the room fastly. That is why we are able to get the smell throughout the room. Okay. Is there any relation between temperature and diffusion? Why does the smell of hot food spread quickly to a long distance? പിന്നെ നമുക്ക് ഡിഫ്യൂഷനെ പറ്റി പറയാം, എന്നിട്ടല്ല ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ താഴത്തെ ബോക്സ് നോക്കാം. ഡിഫ്യൂഷൻ ഇസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. മൂവ് ചെയ്യാൻ ഫ്രീഡമുള്ള പാർട്ടിക്കിൾസ്, സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് വരുന്ന, ആരും പോയിട്ട് പറഞ്ഞോ ആരും പോയി ഫോഴ്സ് ചെയ്യൊന്നും വേണ്ട, തന്നാലെ നടന്നോളൂ. സോ മൂവ് ചെയ്യാൻ ഫ്രീഡമുള്ള പാർട്ടിക്കിൾസ് തന്നെത്താനെ മിക്സ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇപ്പോൾ ഗ്യാസിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, 3 സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചതിൽ ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് ദ വൺ വിച്ച് ഈസ് ഹാവിങ് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൈ വെൻ ദ ഇൻസെൻസ് സ്റ്റിക്ക് വാസ് ബേൺഡ് ഓർ ലിറ്റ് ദ സ്മെൽ സ്പ്രെഡ് ഫാസ്റ്റ്ലി ത്രൂ ഔട്ട് ദ റൂം മുഴുവൻ പെട്ടെന്ന് മണം നിറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ ചന്ദനത്തിരി സോളിഡ് ആകുമ്പോൾ അതിന് മണമുണ്ട്, പക്ഷെ അത് അടുത്ത് പോകുമ്പോഴേ കുറച്ചൊക്കെ കിട്ടുള്ളൂ, അല്ലാതെ വിട്ട് അതിൻ്റെ സ്മെല്ല് വരാൻ സാധ്യതയില്ല. പക്ഷെ അതേ ചന്ദനത്തിരി നമ്മൾ കത്തിക്കുമ്പോൾ അതിന് കുറച്ച് ഗ്യാസ് റിലീസ് ആവുന്നുണ്ട്. അറിയാലോ, ഗ്യാസിനല്ലേ ഏറ്റവും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളത്. അങ്ങനെ മൂവ് ചെയ്യാൻ ഫ്രീഡം ഉള്ള ആൾക്കാർ മിക്സ് ചെയ്യുന്നതിന്, അവർ മൂവ് ചെയ്യാൻ ഫ്രീഡം ഉണ്ട്, നമ്മളാരും അതിനെ മൂവ് ചെയ്യിപ്പിക്കേണ്ടല്ലേ, അത് ആ ഫോമിലാണെങ്കിൽ ആ സ്റ്റേറ്റ് ആണെങ്കിൽ അവർ മൂവ് ചെയ്യും. സോ മാറ്റർ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് വിച്ച് ഈസ് ഹാവിങ് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഗെറ്റ് മിക്സ്ഡ് ടുഗദർ സ്പോണ്ടേനിയസ്ലി. ഞാൻ പറഞ്ഞു സ്പോണ്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ വേറെ ആരും എക്സ്റ്റേണൽ ആയിട്ട് നിർബന്ധിക്കേണ്ട, തന്നാലെ നടന്നോളൂ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഡിഫ്യൂഷൻ. അങ്ങനെ തന്നെത്താനെ മിക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ്, എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ മൂന്നല്ല, നമ്മുടെ ഗ്യാസ് ജാറിൻ്റെ 3 ക്വസ്റ്റ്യനും പിന്നെ ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ യു ഷുഡ് റൈറ്റ് ദ സ്മോൾ ഹെഡിങ് which is diffusion and write whatever is given in that box. Diffusion is a spontaneous mixing of different particles having freedom of movement. You have to write that. Okay. Now, there is a question given below the question of incense stick. Is there any relation between temperature and diffusion? Okay, ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അവിടെ തന്നെ നല്ലൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ 1-2 വീടപ്പുറം വല്ല ബിരിയാണിയോ അല്ലെങ്കിൽ വല്ല അൽഫാമോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉണ്ടാക്കുന്ന സമയത്തുള്ള സ്മെല്ല് പെട്ടെന്ന് നമ്മളെ മൂക്കിലേക്ക് എത്തും അല്ലേ. അതേസമയം തണുത്ത ഫുഡ് പോയാൽ നമ്മുടെ കിച്ചണിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്മെല്ല് അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ കടകളുടെയൊക്കെ മുന്നിലൂടെ പോകുമ്പോൾ പലതരം ഭക്ഷണത്തിൻ്റെ മണം നമ്മൾക്ക് കിട്ടും അല്ലേ, പലതരം സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതരം സ്മെല്ല് നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അതാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റും കൂടും. അതായത് ഡിഫ്യൂഷൻ നടക്കുന്ന സ്പീഡ് കൂടും എന്നർത്ഥം. ടെമ്പറേച്ചർ കൂടിയ ഡിഫ്യൂഷൻ കൂടും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാറൊന്ന് പറഞ്ഞു തരാം. യു നോ ദാറ്റ് ദ പാർട്ടിക്കിൾസ് മൂവ് in gaseous state and in liquid state, right? In solid state minimal movement is there, we can say almost no movement will be there in solid state, but in liquids a slight movement can be there, but in gaseous state or the state gas, particles experience maximum freedom for movement. So if we increase the temperature, when we increase the temperature, actually the energy by which the particle move will increase. നമ്മൾ ചൂട് കൂട്ടുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ചൂട് വലിച്ചെടുക്കും, എന്നിട്ട് അവർ മൂവ് ചെയ്യാനുള്ള എനർജി കൂട്ടും. എന്താ ഈ മൂവ് ചെയ്യാനുള്ള എനർജി? നമ്മൾ കൈനറ്റിക് എനർജി എന്നല്ല എന്നെ വിളിച്ചത്. എനിക്ക് തോന്നുന്നു വി ഡിസ്കസ്ഡ് ദാറ്റ് ഇൻ 6th or 7th standard പ്രോബ്ലി. സോ 6ാം ക്ലാസ് നമ്മൾ പഠിച്ചില്ലേ, മൂവ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി.
അപ്പോൾ ആ കൈനറ്റിക് എനർജി ഇവർ കൂട്ടും. അപ്പോൾ അങ്ങനെ കൈനറ്റിക് എനർജി കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ മാക്സിമം നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഡിഫ്യൂഷൻ്റെ സ്പീഡും കൂട്ടും. ഡിഫ്യൂഷൻ പറഞ്ഞാൽ എന്താണ്? മിക്സ് ആവണതല്ലേ. നല്ലോണം മൂവ് ചെയ്യാൻ തുടങ്ങി നല്ലോണം മിക്സ് ആവൂലേ. സോ വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, the rate of diffusion also increases. Next question, is substance in gas and liquid the same? No, definitely no, because we know that in liquid state particles can move, it is true, but the rate of movement is very low when compared to the state gas. അല്ലേ, ഗേഷ്യസ് സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലെ മൂവ്മെന്റ് വളരെ കുറവാണ്. മൂവ്മെന്റ് നല്ലോണം ഉണ്ടെങ്കിൽ ഡിഫ്യൂഷൻ പെട്ടെന്ന് നടക്കും. ലിക്വിഡ്സിൽ അത്ര പെട്ടെന്ന് മൂവ്മെന്റ് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, അതിലൊരു തുള്ളി ഉജാലയോ ഒരു തുള്ളി കളർ ഒറ്റിച്ചാൽ ശരിയാണ്, ഡിഫ്യൂഷനോടെ നടക്കും, അതിങ്ങനെ മിക്സ് ആണ് നമുക്ക് കാണാം. ബട്ട് ദാറ്റ് ഒക്കേഴ്സ് സ്ലോലി. നമ്മൾ റൂമിൻ്റെ ഏതെങ്കിലും കോർണറിൽ പോയിട്ട് സ്പ്രേ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് റൂമിൽ അത് ഫില്ലാവണത്. അപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും വാട്ടറിൽ, അതായത് ലിക്വിഡിൽ ഡിഫ്യൂഷൻ നടക്കണമെന്നില്ല. സോ ദ ആൻസർ ഈസ് നോ. ടേക്ക് വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് ആഡ് കെയർഫുള്ളി എ ഡ്രോപ്പ് ഓഫ് റെഡ് ഇങ്ക് ഇൻ ടു ഇറ്റ്. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാക്കി ഒരു തുള്ളി ചുവന്ന റെഡ് ഇങ്ക് ഒറ്റിക്കുക. വാട്ട് ഡു യു സീ? യു ക്യാൻ സീ ദ കളർ മിക്സസ് അല്ലേ. ദ റെഡ് ഇങ്ക് ഡിഫ്യൂസസ് ഇൻ ദ വാട്ടർ. ഡസ് ദ ഇങ്ക് സ്പ്രെഡ് ഇൻ ദ വാട്ടർ? യെസ്, ഇങ്ക് വിൽ സ്പ്രെഡ് ഇൻ ദ വാട്ടർ ഒബ്വിയസ്ലി, ബട്ട് സ്ലോലി. Compare the diffusion of iron vapor and ink and find the difference. The answer for that question is, we can see that both iron vapor and the ink diffuses in the jar and the water respectively. അതായത് രണ്ടിനെ ഒരുമിച്ച് പറയുമ്പോഴേ അയഡിൻ ഗ്യാസ് ജാറിലാണ് എന്തിനാ മിക്സ് ചെയ്യുന്നത്, അതായത് ഡിഫ്യൂസ് ആവണത്. അതുപോലെ ഇങ്ക് വാട്ടറിലാണ് ഡിഫ്യൂസ് ആവണത്. ഓക്കെ, ബട്ട് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓർ ദ സ്പീഡ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഡിഫറെൻറ്റ്. Iodine vapor diffuses fast while the ink in water diffuses slowly. What is the relation between diffusion and movement of particles in different state? അതിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. If the movement of particles is more, diffusion will be also more. As we know, the movement of particles is maximum in the state gas or gaseous state. Diffusion is also maximum or it occurs in a higher rate in gaseous state compared to liquid, and in solid state we can see minimal diffusion. അവിടെ ഡിഫ്യൂഷൻ ഇല്ല എന്ന് തന്നെ പറയാം സോളിഡ് സ്റ്റേറ്റിൽ. In solids, is there a similar possibility for diffusion? Place a drop of ink on a glass plate and observe. ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക, സോളിഡ് ആണല്ലോ, അതൊരു ഇങ്കിന്റെ തുള്ളി ഒറ്റിക്കുക. എന്താ തുള്ളിയിൽ ഇപ്പം അങ്ങോട്ട് പരന്നല്ല, അത് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കളർ ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടോ? ഇല്ല. പക്ഷെ ചിലർക്ക് സംശയം തോന്നും, സാറേ പേപ്പറിൽ ഒരു മഷി ഒട്ടിച്ചാൽ അതിങ്ങനെ കുറച്ച് സ്പ്രെഡ് ആവൂലേ? അവിടെ സ്പ്രെഡ് ആവായില്ല, പക്ഷെ അത് വാട്ടറിനെ പോലെ ഉണ്ടോ? അത്രയ്ക്ക് സ്പ്രെഡ് ആവുണ്ടോ? ഇല്ല. നമ്മുടെ ഗ്യാസ് സ്പ്രെഡ് ആയ പോലെ ഉണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ മിനിമൽ ഡിഫ്യൂഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ കുറവ്, ഇല്ല എന്ന് തന്നെ പറയാം, അത്രയും കുറവ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ഡിഫ്യൂഷൻ ഫ്രം ഡേ ടു ഡേ ലൈഫ് ഓർ ഡെയിലി ലൈഫ്. സ്പ്രെഡിങ് ഓഫ് ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ് യു റൈറ്റ് ദ എക്സാമ്പിൾ ആസ് spreading of smell of foods or food items. Spreading of smell of food items. Next, one more example you can write. I will tell you certain example. You write whichever you find interesting. The smell of fragrances spread easily in the room. The smell of always don't want to mention regarding smell, right? Let me mention another thing, another example. When ink is leaked or some color is added to water, it spreads evenly. You can write regarding ujala. When we add ujala to water, it spreads evenly. These are examples for diffusion in day-to-day life. Okay, so we will be winding off our topics here. If you have any sort of doubt, you can ask, and I think it is much more convenient for some of the students if I take the class in this manner. If any of you have any difficulty, as I am discussing some part of the chapter in Malayalam along with English, you just inform me. I will stop taking class in that manner. Okay, so we'll see you next class. Thank you.